ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നം? കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻ്റായിരുന്ന ഒരാളുടെ അമ്മാവൻ്റെ വോട്ട് കാണുന്നില്ല. നോക്കിയപ്പോൾ അയൽപക്കത്തെ ആൾ ഇത് വോട്ട് കളഞ്ഞിരിക്കുകയാണ്. അയാളോട് ചോദിക്കുമ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പരിശോധിക്കുമ്പോൾ എന്താണ്, ആർക്കും അറിയാത്ത ഏതോ കേന്ദ്രങ്ങൾ ഇടപെട്ടുകൊണ്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്, 12 വോട്ടുകൾ. അപ്പോൾ എന്താണെന്ന് കമ്മീഷനോട് ചോദിക്കുമ്പോൾ കമ്മീഷൻ അതിന്മേൽ നടപടിയെടുക്കാൻ ആവശ്യമായ ഇനീഷ്യേറ്റീവ് ഒക്കെ സ്റ്റെപ്പ് ചെയ്യാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. കേസെടുക്കുന്നു കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 18 തവണ കമ്മീഷന് കത്തയക്കുന്നു. 18 തവണയും മറുപടിയൊന്നുമില്ല, ഒരു വിവരവും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് ആസൂത്രിതമായ ആരൊക്കെയോ ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരാളുടെ വോട്ട് അയാളുടെ സമ്മതമില്ലാതെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുവെന്ന് കണ്ടെത്തി. കമ്മീഷനും മനസ്സിലായി, പരിശോധിക്കാമെന്ന് നില വന്നു. പക്ഷെ പരിശോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പരിശോധിക്കുന്നവർക്ക് വിവരങ്ങളും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്ന് മറ്റൊരാൾക്ക് ഇതിന്റെ അകത്ത് കയറി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത് ഈ യക്ഷിക്കഥകൾ പോലെയുള്ള സയൻസ് ഫിക്ഷനുകൾ പോലെയുള്ള ഇമാതിരി തിയറിയും കൊണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. നമ്മുടെ വിശ്വാസം അതാണ്, കമ്മീഷന്റെ വിശ്വാസവും അതാണ്, കഴിയില്ല. പക്ഷെ കഴിഞ്ഞുവെന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. പോയ കണക്ക് താനറിയാതെ തന്റെ വോട്ട് പോയതിന്റെ കണക്കാണ് ആളുകൾ അവിടെ വന്ന് തത്സമയം പറഞ്ഞത്. അപ്പോൾ അതേക്കുറിച്ച് CID അന്വേഷിക്കുകയാണ് കർണാടകയിലെ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന വിവരങ്ങൾ വേണം കേട്ടോ, ഇതിന്റെ ബാക്കി അന്വേഷണം പൂർത്തിയാക്കാനെന്ന് കമ്മീഷനോട് ആവശ്യപ്പെടുന്നു. കമ്മീഷൻ കൊടുക്കില്ല. 18 തവണ കത്തയച്ചു, കൊടുക്കില്ല എന്ന വാശിയാണ്. അതെന്താണ് കൊടുത്താൽ വലിയ അവിശ്വാസമല്ലേ? BJP മാത്രമല്ലോ ഈ കോർട്ടിലെ പ്ലെയർ. ബാക്കി എത്ര കക്ഷികൾ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, CPIM, DMK, TMC ഇവരെല്ലാവരും അപ്പുറത്ത് നിൽക്കുകയാണ് ഈ അവിശ്വാസമായിട്ട്. അവരുടെ അവിശ്വാസത്തെ പരിഗണിക്കണ്ടേ? അത് സോൾവ് ചെയ്യണ്ടേ? അതിനാണ് ഈ 18 കത്ത്. പക്ഷെ പരിഗണിക്കില്ല, തരില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല, വേണമെങ്കിൽ വിശ്വസിച്ചോണം എന്ന മട്ടെടുക്കുക എന്ന് വെച്ചാൽ കമ്മീഷന്റെ തറവാട്ട് സ്വത്തല്ലല്ലോ ഈ നാട്. ഇനി നിഷ്ഠാതരണം നിർത്തും. ഞാൻ പറയാം. ആദ്യം ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ 100 കോടി വോട്ടർമാരുടെ ഡേറ്റാബേസിലേക്ക് ഒരു വലിയ സംവിധാനം, ഒരു മാഫിയ സംഘം കടന്നു ചെല്ലുന്നു, ഓൺലൈനിലായിട്ട് കടന്നു ചെല്ലുന്നു. എന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് അതിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. BJPക്ക് വോട്ട് ചെയ്യേണ്ടവരെ അവിടെ നിന്നവർ ഈ സംവിധാനത്തിൽ കൂടെ കയറ്റുന്നു. ഇത് സയൻസ് ഫിക്ഷൻ ആണിത്. അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ യക്ഷിക്കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് കഥയാണോ? ഷാബു പ്രസാദ് അവരുടെ വാർത്താ സമ്മേളനത്തിൽ പ്രസന്റ് ചെയ്യുകയാണ്. താനറിയാതെ വോട്ട് പോയ ആളുകൾ വന്നു നിന്ന് പറയുകയാണ് രാജ്യത്തോട്. യക്ഷിക്കഥയോ? ഈ വന്നു നിന്ന് പറയുന്ന മനുഷ്യർക്ക് വോട്ടില്ല. ആ വോട്ട് ആരോ ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത കേന്ദ്രങ്ങളെ പുലർച്ചെ 4:30 നോക്കൂ. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ് പ്രകാരം ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ, അതിന് ദിവസങ്ങൾ സമയമെടുക്കും. 34 സെക്കൻഡ് കൊണ്ട് വോട്ട് പോയി എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. കമ്മീഷന് മനസ്സിലായി. അപ്പൊ അതെങ്ങനെ പോയി എന്ന് പരിശോധിക്കാത്ത എന്താണ്?